26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ജീവനക്കാരെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിനാണ് ഈ 2026 സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 7 പതിറ്റാണ്ടിലേറെയായി നിലവിലുണ്ടായിരുന്ന 1952 EPF പദ്ധതിക്ക് പകരമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം 2026 വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. പണം പിൻവലിക്കാനുള്ള വ്യവസ്ഥകൾ, നിർബന്ധിത നിക്ഷേപങ്ങൾ എന്നിവയിലാണ് സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. EPFO കുറെ കൂടി യൂസർ ഫ്രണ്ട്ലി ആയി എന്ന് തന്നെ പറയാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം 2026 വിജ്ഞാപനം ചെയ്തതു മുതൽ ഏറ്റവും കൂടുതൽ ഇതിൽ ചർച്ച നടന്നിട്ടുള്ള ഒരു വിഷയം PF നിർബന്ധിത വിഹിതം സംബന്ധിച്ചുള്ളതാണ്. ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബത്തയുടെയും 12% നിലവിൽ PF അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശമ്പളത്തിനനുസരിച്ച് മാറുന്ന ഒരു തുകയാണ്. എന്നാൽ എത്ര കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നയാൾക്കും വേതന പരിധിയായ 15,000 രൂപയുടെ 12% തന്നെ PF തുകയായി നിർബന്ധിത അടവ് മതിയെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ഇത് 1,800 രൂപയോളം വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് നിർബന്ധിത നിക്ഷേപ തുകയാണ്. ഇതിൽ കൂടുതൽ പണമടയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അതും സംഭാവന ചെയ്യാവുന്നതാണ്. തീരുമാനമെടുക്കേണ്ടത് ജീവനക്കാരും തൊഴിലുടമയുമാണ് എന്നത് മാത്രം. ഇതിന് തൊഴിലുടമയുടെ സമ്മതവും ആവശ്യമാണ്. ഉയർന്ന ശമ്പളമുള്ളവരുടെ PF വിഹിതം കണക്കാക്കുന്നതിൽ നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിലുള്ള PF സിസ്റ്റം കൊണ്ടുവരാനുമാണ് ഇതിലൂടെ സാധിക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, തൊഴിലുടമയും ജീവനക്കാരനും മിനിമം നിർബന്ധിത വിഹിതം മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചില ജീവനക്കാർക്ക് ടേക്ക് ഹോം സാലറി വർദ്ധിപ്പിച്ചേക്കുമെന്നതാണ്. ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്നവർ PF തുക അടയ്ക്കുന്ന തുക കുറയുന്നതോടെ ശമ്പളത്തിൽ ആ മാറ്റവും പ്രകടമാകും. ഈ തുക ലോൺ അടവുകൾക്കോ മറ്റു വ്യക്തിഗത ആവശ്യങ്ങൾക്കോ ഉപകരിക്കും. എന്നാൽ തിരിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ വരുമാനം ഉണ്ടാകും എന്നത് ശരിയാണ്. എന്നാൽ ഭാവിയിലെ പെൻഷൻ ഫണ്ടിനെ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചേക്കും. PF വിഹിതം കുറയ്ക്കുമ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്ന ആകെ തുകയിൽ, അതായത് റിട്ടയർമെന്റ് കോർപ്പസിൽ ആനുപാതികമായ കുറവുണ്ടാകും. ഇനി തൊഴിലുടമകൾക്ക് എന്താണ് ഇതിലൂടെ നേട്ടം എന്നതാണ് സംശയം. കമ്പനികളെ സംബന്ധിച്ച് തങ്ങളുടെ ജീവനക്കാരുടെ ശമ്പള ഇനത്തിലുള്ള ചിലവുകൾ, അതായത് പേറോൾ കോസ്റ്റ് കൃത്യമായി ഡിവൈഡ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഈ തീരുമാനം സഹായിച്ചേക്കും. ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിനനുസരിച്ച് PF വിഹിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതിനാൽ കമ്പനികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളും ലളിതമാകും. കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾക്ക് ഇത് നിയമ നടപടികളും PFുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഒഴിവാക്കാനും സഹായിക്കും. ഈ മാറ്റം ആർക്കൊക്കെയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം സത്യം പറഞ്ഞാലില്ല. അത് നമ്മൾ എങ്ങനെ സാമ്പത്തികം വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളവയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നവർ, കൂടുതൽ EMIകൾ അടച്ചു തീർക്കാനുള്ളവർ, സ്കിൽ ഡെവലപ്മെന്റിനോ ആരോഗ്യത്തിനോ വേണ്ടി പണം മാറ്റി വയ്ക്കുന്നവർ തുടങ്ങിയ വിഭാഗക്കാർക്ക് ഈ പണം ഇപ്പോൾ വിനിയോഗിക്കാനാകും. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ പണം കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി പേറോൾ ആസൂത്രണം ചെയ്യാൻ പറ്റുന്നതിലൂടെ കമ്പനികൾക്കും ഇത് അനുകൂലമായ തീരുമാനം തന്നെയാണ്. എന്നാൽ റിട്ടയർമെന്റ് കാലം മുന്നിൽ കണ്ട് PF പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ മാറ്റം അത്ര പോസിറ്റീവായിട്ടുള്ള ഒന്നല്ല. വർഷങ്ങളായി തന്നെ സംഭാവന ചെയ്യുന്ന PF വിഹിതം കുറയുന്നതോടെ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന ആകെ PF കോർപ്പസ് ഗണ്യമായി തന്നെ കുറയും. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഭാവിയും മുന്നിൽ കണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഏവരും ശ്രദ്ധിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.